സൗജന്യയാത്ര നല്ല കാര്യമല്ലേ, എല്ലാവർക്കും കൊടുക്കണം. സൗജന്യയാത്ര ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ അവരതിനു വേണ്ടി ചില കാര്യങ്ങൾ ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. പ്രകടന പത്രിക, അപ്പോൾ അവരുടെ ഗ്യാരണ്ടികൾ അത് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്ത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട്, കുഞ്ഞുങ്ങൾ കൂടി പെൺകുഞ്ഞുങ്ങൾ കൊടുക്കണം. അപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും ബസ്സിൽ കയറുമ്പോൾ പെൺകുട്ടിയുടെ വാങ്ങാതിരിക്കുക, ആൺകുട്ടിയുടെ വാങ്ങുന്നത് സങ്കടകരമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് ഞാൻ പറയുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവരെ ആൺകുട്ടികൾ പെൺകുട്ടികൾ വ്യത്യാസം വയ്ക്കാതെ സ്കൂൾ കുട്ടികൾക്ക് പൂർണ്ണമായ കൺസെഷൻ കൊടുക്കണം. പിന്നെ ഈ സിറ്റിക്കകത്ത് ഇന്നിപ്പോൾ കണ്ടിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ റിപ്പോർട്ടർ ചാനൽ കണ്ടിരുന്നു, അതിൽ പറയുന്നത് കൂടുതലും ഫാസ്റ്റാക്കി മാറ്റിയെന്നാണ്. ഈ സിറ്റി ഫാസ്റ്റ് ഇലക്ട്രിക് ബസ്സിൽ സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വരാൻ പാടില്ല, അത് ഒഴിവാക്കി പഴയ പോലെ തന്നെ എത്ര ഓർഡിനറി ഉണ്ടായിരുന്നു അത്ര ഓർഡിനറി തന്നെ കൊടുക്കണം. കാരണം അത് സ്ത്രീകളൊക്കെ വളരെ പ്രതീക്ഷയോടെ വന്നിട്ട് റിപ്പോർട്ടർ ചാനൽ കണ്ടു, അവർ വളരെ വിഷമത്തോടുകൂടി പൈസ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയാണ്. പല സിറ്റി ഫാസ്റ്റ് ആകുമ്പോൾ വേറെ അപകടം കൂടിയുണ്ട്, കൂടുതൽ പൈസ കൊടുക്കും. അതായത് സ്ത്രീകൾക്ക് ഒരു സ്ഥലത്ത് സൗജന്യം എന്ന് പറയുകയും സിറ്റി ഫാസ്റ്റിലേക്ക് വരുമ്പോൾ അവർ കൂടുതൽ പൈസ കൊടുക്കുകയും ചെയ്യും. അതിപ്പോ മാറ്റിയതായിരിക്കണം, കാരണം അതിന്റെ വിവരാവകാശം വെച്ച് ചോദിക്കണം. കാരണം മുമ്പ് എത്ര സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നു? എന്റെ അറിവിൽ ഈ ഇലക്ട്രിക് ബസ്സിൽ സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്റെ മുൻഗാമിയായ ശ്രീ ആന്റണി രാജു ഈ സിറ്റി ഫാസ്റ്റ് ഇലക്ട്രിക് ബസ്സിൽ മുഴുവൻ 10 രൂപയ്ക്ക് കൊടുത്തിട്ട് ടൗണിലൂടെ പോകാനായിട്ട് നേരത്തെ അദ്ദേഹം LDF ഗവൺമെന്റ് കാലത്ത് കൊടുത്തിരുന്നതാണ്. അപ്പൊ അന്ന് ഇത് ഓർഡിനറി തന്നെയാണ്. എന്റെ അറിവിൽ ഈ ഒരു ഇലക്ട്രിക് ബസ്സുകളൊന്നും തന്നെ 150ഓളം ഇലക്ട്രിക് ബസ്സുകൾ ഓർഡിനറി ബസ് തന്നെ ആയിരുന്നു എന്റെ അറിവിൽ. ഇനി പിന്നിടയ്ക്ക് വെച്ച് വലിയൊരു ഓർഡിനറി മാത്രമായിരുന്നു. കാരണം ആന്റണി രാജു കൊടുക്കുന്നത് ഓർഡിനറി ബസ് എന്നുള്ളതിലാണ് അദ്ദേഹം 10 രൂപയ്ക്ക് കൺസെഷൻ കൊടുത്തു ആയിരിക്കണം. കാരണം അങ്ങനെ മാറ്റിയതാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. അങ്ങനെ മാറ്റാൻ പാടില്ല ഓർഡിനറി ബസ്സുകളുടെ എണ്ണം. കാരണം ലേഡീസ് ഏത് വണ്ടിയിൽ കയറിയാൽ ഇപ്പം മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ളതിലേക്ക് ബാധിപ്പിക്കും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പുത്തരിയിൽ കല്ല് കടിക്കാതിരിക്കാൻ വേണ്ടി ഈ ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കറങ്ങളാക്കി മാറ്റുന്നതായിരിക്കും നല്ലത് സിറ്റിയിൽ പോകുന്നവർക്കും. പക്ഷെ ഇതിനൊരു സാമ്പത്തികവും സാമൂഹ്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈവറ്റ് ബസ്സുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്, പക്ഷേ അപകടകരമായ ഒരു വാർത്തയുണ്ട്, നമ്മൾ ചിന്തിക്കണം. തിരുവനന്തപുരത്താണ് ആദ്യം ഓട്ടോറിക്ഷ ഉണ്ടാകുന്നത്, പിന്നീടാണ് കോഴിക്കോടേക്ക് വരുന്നത്. ആദ്യത്തെ ഓട്ടോറിക്ഷ തിരുവനന്തപുരത്താണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ കേരളത്തിലെമ്പാടും വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരുടെ ടാക്സ് ഒഴിവാക്കി കൊടുക്കണം. ഓട്ടോയുടെ ഡീസൽ അടിക്കുന്ന, പെട്രോൾ അടിക്കുന്ന, ഗ്യാസ് അടിക്കുന്ന സെസ് ഗവൺമെന്റ് ബഡ്ജറ്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഴിവാക്കി കൊടുക്കണം. കാരണം ഓട്ടോറിക്ഷക്കാരുടെ കാര്യം വലിയ അപകടത്തിലേക്ക് പോകും. നമ്മൾ ചിന്തിക്കാത്ത പ്രൈവറ്റ് ബസ്സിനെ കുറിച്ച് നമ്മൾ പറയേണ്ട, അവര് സംഘടനകൾ രംഗത്തുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഓട്ടോറിക്ഷ ഒരു തൊഴിലായി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം ഒരു പ്ലാനിംഗ് ബോർഡിലെ ഒരു വിദഗ്ധനായ ഒരാളായിരുന്നു, പ്ലാനിങ്ങിലൊക്കെ വളരെ പരിചയസമ്പത്തുള്ള ആളാണ്. അപ്പൊ അതുകൂടി കേരളത്തിലെ പല പദ്ധതികളുടെയും പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും അതുകൂടി പരിശോധിക്കണം. CP ജോൺ അതുകൂടി ഒന്ന് പരിശോധിക്കണം. കാരണം സോഷ്യൽ ഇമ്പാക്ട് പരിശോധിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് എന്ത് അപകടം സംഭവിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. കാരണം എല്ലാ സ്ഥലത്തും സ്ത്രീകളാണ് കൂടുതൽ ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നത്. ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.